2024 ക്രിസ്മസ് എക്സാമിന് +1 കെമിസ്ട്രിയിൽ നിന്ന് ചോദിച്ച മുഴുവൻ 1 മാർക്ക് ചോദ്യങ്ങളും ഒരൊറ്റ വീഡിയോയിൽ. ആദ്യത്തെ ചോദ്യം ഇതാണ്. 4 സ്പീഷീസുകൾ നൽകിയിരിക്കുന്നു. ഇതിൽ ഏത് സ്പീഷീസിനാണ് 18 ഇലക്ട്രോണുകളും 16 പ്രോട്ടോണുകളും 16 ന്യൂട്രോണുകൾ ഉള്ളതുമെന്നാണ് ചോദ്യം. സോ മക്കളെ, നിങ്ങൾക്കറിയാം 18 ഇലക്ട്രോണും 16 പ്രോട്ടോണുമാണ്. പ്രോട്ടോണിന്റെ എണ്ണം എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിനോട് ഈക്വലാ. സോ ഇതിൽ സൾഫറിന്റെ അറ്റോമിക് നമ്പർ ആണ് 16. സോ സൾഫറിലെ പ്രോട്ടോണുകളുടെ എണ്ണവും 16 ആണ്. ഇനി നമുക്ക് ഇലക്ട്രോണും കൂടി ഒന്ന് കൺഫേം ചെയ്യാം. ഇലക്ട്രോണുകളുടെ എണ്ണം എത്രയായിരിക്കും? S2- ആണ് നമ്മുടെ സ്പീഷീസ്. സൾഫറിന്റെ കയ്യിൽ 16 ഇലക്ട്രോണുകളാണ്. എന്നാൽ 2- എന്ന് പറഞ്ഞാൽ 2 ഇലക്ട്രോൺ കൂടുതലാണ്, എക്സ്ട്രാ ഉണ്ട്. സോ 16 + 2 S2- ഉള്ളത് 18 ഇലക്ട്രോണുകളാണ്. സോ ആൻസർ ഇസ് ഓപ്ഷൻ സി. അടുത്ത ചോദ്യത്തിലേക്ക് പോവാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഹാസ് ദി ഹയസ്റ്റ് വാല്യൂ ഓഫ് ഇലക്ട്രോനെഗറ്റിവിറ്റി? പീരിയോഡിക് ടേബിളിൽ തന്നെ ഇലക്ട്രോനെഗറ്റിവിറ്റി ഏറ്റവും കൂടിയ എലമെന്റ് ഇസ് ഫ്ലൂറിൻ. സോ ആൻസർ ഈസ് ഓപ്ഷൻ ബി, ഫ്ലൂറിൻ. മൂന്നാമത്തെ ചോദ്യം ഇതാണ്. ദ ഹൈബ്രിഡൈസ്ഡ് സ്റ്റേറ്റ് ഓഫ് കാർബൺ ഇൻ C2H4. C2H4 എന്ന് പറഞ്ഞാൽ CH2 ഡബിൾ ബോണ്ട് CH2. ഇതിൽ കാർബണിന്റെ ഹൈബ്രിഡൈസേഷൻ എന്താണ്? sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ആൻസർ ഇസ് sp2. നെക്സ്റ്റ് ഒരു അസേർഷൻ റീസൺ ടൈപ്പ് ക്വസ്റ്റൻ ആണ്. അസേർഷൻ ഇതാണ്. ഒരു ലിക്വിഡ് ക്രിസ്റ്റലൈസ് ചെയ്ത് സോളിഡ് ആയിട്ട് മാറുമ്പോൾ എൻട്രോപ്പി ഡിക്രീസ് ചെയ്യും. നമുക്കൊന്ന് നോക്കാം അല്ലെ. ലിക്വിഡ് എന്തായിട്ട് മാറുന്നു? ലിക്വിഡ് സോളിഡ് ആയിട്ട് മാറുന്നു. മക്കളെ, സോളിഡ് ആയിട്ട് മാറുമ്പോൾ എൻട്രോപ്പിയിൽ എന്ത് സംഭവിക്കും? എൻട്രോപ്പി എന്ന് പറയുന്നത് ഡിഗ്രി അല്ലെങ്കിൽ മെഷർ ഓഫ് ഡിസോർഡർ ആണ്. ഡിസോർഡർ കുറയും. അപ്പൊ ഡിസോർഡർ കുറയുക എന്ന് പറഞ്ഞാൽ എൻട്രോപ്പി ഡിക്രീസ് ചെയ്യും. സോ അസേർഷൻ എന്താണ്? അസേർഷൻ ഇസ് കറക്റ്റ്. ഓക്കെ, അസേർഷൻ കറക്റ്റ് ആണ്. അടുത്തത് റീസൺ നോക്കാം. റീസൺ ഇതാണ്. ഇൻ ക്രിസ്റ്റൽസ് മോളിക്യൂൾസ് ഓർഗനൈസ് ഇൻ ആൻ ഓർഡേർഡ് മാനർ. ക്രിസ്റ്റൽസിൽ മോളിക്യൂൾസ് ഒരു ഓർഡേർഡ് മാനറിലായിരിക്കും. കറക്റ്റ് ആണ് അല്ലേ? അപ്പൊ അസേർഷനും കറക്റ്റ് ആണ്, റീസണും കറക്റ്റ് ആണ്. ആൻഡ് റീസൺ ഈസ് ദ കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേർഷൻ. സോ ദ ആൻസർ ഇസ് ഓപ്ഷൻ 1. ആൻഡ് ലാസ്റ്റ് ക്വസ്റ്റൻ ഇതാണ്. വാട്ട് വിൽ ബി ദ കോൺജുഗേറ്റ് ഫോർ ദ ബ്രോൺസ്റ്റഡ് ആസിഡ് HF? HF എന്ന് പറയുന്ന ബ്രോൺസ്റ്റഡ് ആസിഡിന്റെ കോൺജുഗേറ്റ് ബേസ് ആണ് ചോദിച്ചിരിക്കുന്നത്. HF എന്തായിട്ട് മാറും മക്കളെ? H+, പ്രോട്ടോനെ ഡൊണേറ്റ് ചെയ്യും അല്ലെ? പ്രോട്ടോൺ H+ റിലീസ് ചെയ്താൽ ബാക്കി വരുന്നത് ആരാണോ അതാണ് കോൺജുഗേറ്റ് ബേസ്. സോ ഇവിടുത്തെ കോൺജുഗേറ്റ് ബേസ് എന്ന് പറയുന്നത് F- ആണ്.